പാപങ്ങളെ കരിച്ചു കളഞ്ഞ് ഒരു വേനൽ മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹു തന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. അതാ നമ്മൾ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ മൊത്തം അങ്ങോട്ട് കരിച്ചു കളയാൻ. ഇനി വേറൊരു ഹദീസ് കൂടെ കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാവും. നമ്മൾ സാധാരണ ദേഷ്യം വരുന്ന ആളോട് എന്താ പറയുന്നത്? നീ എന്താ വരുന്നെന്നാ പറയുന്നത്? ദേഷ്യപ്പെടുന്ന ആളിനോട് നമ്മൾ എന്താ പറയുന്നത്? നീ എന്താകരുതെന്നാ പറയുന്നത്? ഒന്ന് പറഞ്ഞു നിങ്ങൾ കുടനാടുകാർ. നമ്മളൊരു ജില്ലക്കാരല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് ഒരു പിണക്കം പോലെ? സാധാരണ വടക്ക് പോയ തെക്കന്മാരെ കണ്ടുകൂടാ. തെക്കനെയും പാമ്പിനെയും കണ്ട ആദ്യം തെക്കനെ കൊല്ലണം, പിന്നെ പാമ്പിനെ കൊന്നാൽ മതി എന്നൊക്കെയാ പലരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നാലും തിരുവനന്തപുരം ജില്ലക്കാരാ അല്ലേ? തമിഴ്നാട്, കേരളം അല്ലേ? ശരി, പറയും. നമ്മളിപ്പോ ഫൈസൽ സക്കാബി ചൂടായി എന്റെ അടുത്ത്, ഞാൻ എന്താ അയാളോട് പറയാ? അല്ലെങ്കിൽ ഞാൻ ചൂടായി അദ്ദേഹത്തോട്, അദ്ദേഹം എന്താ പറയണം? നിങ്ങൾ എന്താ വരുന്നെന്നാ പറയുന്നത്? കോപിക്കുമ്പോ, ഞാൻ ദേഷ്യപ്പെടുമ്പോ എന്താ അദ്ദേഹനോട് പറയുന്നത്? നിങ്ങൾ എന്താകരുത്? ചൂടാകരുത്. അപ്പൊ കോപത്തിന്റെ മറ്റൊരു പേരെന്താ? ചൂടാകുക. ഇത് ഹദീസ. ചൂടാവുന്ന ഒരുത്തന്റെ അടുത്ത് നമ്മളാ പറയുന്നത് കൂൾ ഡൗൺ, തണുപ്പിക്ക് നിന്റെ സ്വഭാവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കോപം വന്നാൽ എന്ത് ചെയ്യണമെന്നറിയോ? പൂഴനാട്ടത്തെ പെങ്ങളെ, ഭർത്താവിന്റെ വിഷയത്തിൽ കോപിട്ടയായി നിൽക്കുന്ന പെണ്ണ് മഹാലക്ഷ്മിയാണെന്ന് പറയുന്നു. ചിലപ്പോ ഭദ്രകാളിയെ പോലെ എന്റെ പെങ്ങന്മാര് മാറുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ആരംഭ പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ അവളോട് ചൂടാകുന്നത് കണ്ടിട്ട് ഭർത്താവിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാതെ പെണ്ണിങ്ങനെ ചൂടായി ചൂടുപിടിച്ച് കോപിട്ടയായി രൗദ്രതയോടെ നിൽക്കുമ്പോ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു, പെണ്ണേ കോപം വരുമ്പോ ചെയ്യേണ്ടത് എന്താ? ആരാ പറഞ്ഞു തരുന്നത്? ഒരു ഭാര്യയെ കല്യാണം കഴിച്ച ആളല്ല. خيرنا فاخترنا النبي المقتفى عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. അവിടത്തെയുടെ ചൂടും ചൂരേറ്റ് കിടന്ന 11 ഭാര്യമാര്, അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട രാജകുമാരിമാർ, അവിടത്തെ രാജാത്തിമാരില്ലേ, ആ പ്രിയപ്പെട്ട ഭാര്യമാരുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഇവിടം ആയിഷ മുതൽ അങ്ങ് മേലെ തട്ടിലുള്ള പ്രായാധിക്യം വന്ന സൈനബിനെ പോലുള്ള, അതല്ലെങ്കിൽ സഫിയയെ പോലുള്ള റളിയല്ലാഹു അൻഹയെ പോലുള്ള ഭാര്യമാര്, ആ പ്രിയപ്പെട്ട ഭാര്യമാരുടെ എല്ലാ പ്രായത്തിലുമുള്ള സ്വഭാവ ഗുണങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തൊട്ടറിഞ്ഞ പ്രവാചകൻ എന്ന മാതൃകാ ഭർത്താവിന്റെയും ദാമ്പത്യ ജീവിതത്തിന്റെ ഊഷ്മളതയിൽ ലോകത്ത് മഹിതമായ മാതൃക പരന്നു കൊടുത്ത, പറഞ്ഞു കൊടുത്ത, പകർത്തി കൊടുത്ത, നുകർന്നെടുക്കാൻ സൗകര്യം കൊടുത്ത കിടപ്പറയിലെ രംഗങ്ങൾ പോലും ഞാൻ എന്റെ ഹബീബിന്റെ തൊടയിൽ കിടന്നിട്ട്, എന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് എന്റെ റസൂൽ ചൂട് കൊള്ളാറുണ്ടായിരുന്നു. പള്ളിയിൽ കിടന്നിട്ട് തല എന്റെ മടിയിൽ, വീട്ടിലിരിക്കുന്ന എന്റെ മടിത്തട്ടിൽ വെച്ചിട്ട് ഞാൻ എന്റെ റസൂലിന്റെ തലയിലൂടെ വിരലുകൾ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ടെന്ന് പഠിപ്പിച്ച നബി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പോലുള്ള അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര് എങ്ങനെയാണ് ദേഷ്യം വരുമ്പോ പെങ്ങളെ ശമിപ്പിക്കേണ്ടതെന്നറിയോ? ദേഷ്യം ശമിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, ദേഷ്യം വരിക ശൈത്താനിൽ നിന്നാണ്. ദേഷ്യം കൊടുക്കുന്നത് ശൈത്താനാണ്, കോപിപ്പിക്കുന്നത് ശൈത്താനാണ്. ശൈത്താൻ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണ്. നിങ്ങൾ മനസ്സിലാക്ക്, ദേഷ്യം ശൈത്താനിൽ നിന്ന്, ശൈത്താൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ. ഏത് സമയത്തും തീയെ കെടുത്തുന്നത് വെള്ളം കൊണ്ടാണ്.
എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഫഇദാ ഗളിബ അഹദുകും, ആർക്ക് ദേഷ്യം വരുവോ, നിങ്ങളിൽ ആർക്കാണോ ദേഷ്യം വരുന്നത്, ഫല്യതവല്ല, അവനെ വുളു ചെയ്യട്ടെ. റവാഹു അബൂ ദാവൂദ്, നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ, ദേഷ്യം വരുമ്പോ എന്താ ചെയ്യേണ്ടത്? വുളു ചെയ്യണം. ചിലർക്ക് ദേഷ്യം വന്ന ഒതു കൊടുക്കുന്ന പാത്രം കിണ്ടിയിലാണ് വെള്ളം വെച്ചിരിക്കുന്നതെങ്കിൽ അതെടുത്തിട്ടല്ലേ തലയിൽ അടിച്ചു കൊടുക്കുന്ന, പിന്നെ എങ്ങനെയാണ് ഒതു കൊടുക്കാതില്? ഹൗലിന്റെ അടുത്ത് നിൽക്കുന്നവന് ദേഷ്യം വന്നാൽ അവനെ പിടിച്ച് ഹൗലിന് മുക്കലല്ലേ ചെയ്യുന്നത്? പള്ളിയാണെങ്കിലും പണ്ടാണ് പള്ളിക്കകത്തൊരു ആദരവും ബഹുമാനവും ഒക്കെ പണ്ടാണ്. ഇന്നിപ്പോ എല്ലാം നടക്കുന്ന പള്ളിക്കകത്ത. പൂടനാട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവഴി പാസ് ചെയ്തിട്ട് പോലും പോയിട്ടില്ല ഞാൻ. ഇതുവഴി എന്റെ ഈ കഴിഞ്ഞ കാലയളവിന്റെ ജീവിതത്തിന്റെ ദുനിയാവിൽ വന്നതിന് ശേഷം ഞാൻ ഇന്ന് വരെ ഇതുവഴി പാസ് ചെയ്തിട്ട് പോലും പോയിട്ടില്ല. ഈ പള്ളിയിലും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. മൂപ്പരെ ഞാൻ ആദ്യമായിട്ട് കാണുക. എവിടെ വെച്ച് മരണത്തിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ അല്ലേ, ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പള്ളിക്കകത്താണ് ബദറും ഉഹുദും ഒക്കെ നടക്കുന്നത്. പള്ളിക്കകത്താണ് നടക്കുന്ന ബദറും ഉഹുദും ഖന്തഖും ഖൈബറും ഒക്കെ. എല്ലാം നടക്കേണ്ടത് പള്ളിക്കകത്ത്. അടിയല്ല, തീരുമാനങ്ങൾ. പണ്ടുള്ള ആളുകൾ പറയും, എന്താ പറഞ്ഞാൽ പോയി പള്ളി പറയണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഇന്ന് പള്ളിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇവിടെ പച്ചക്കറി കടയില, ചായക്കടയില, അവിടാണ് പരിഹാരം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് പള്ളിയിൽ വരുന്ന ആളുകൾ ഹൗലിന്റെ ഭാഗത്ത് നിന്ന് ദേഷ്യം വരുമ്പോ അവൻ പിടിച്ച ഹൗദിൽ മുക്കലല്ലേ ചെയ്യുന്നത്? ദേഷ്യം വരുമ്പോ ഉടനെ ഒളു എടുക്കണമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്താ കാര്യം? ഈ ദേഷ്യം ചൂടാണ്, ദേഷ്യം പാപമാണ്, അത് ചൂടാണ്, അതിനെ തണുപ്പിക്കാൻ വെള്ളത്തിനെ കഴിയൂ. അപ്പൊ പാപം ചെയ്യുമ്പോ പാപം ചൂടാണ്. ആ ചൂടാണ് റമളാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. മനുഷ്യൻ ഇങ്ങനെ പാപങ്ങൾ ചെയ്ത് ചൂട് പിടിച്ച് നിൽക്കുമ്പോ പെയ്യുന്ന വേനൽ മഴ, അത് ആശ്വാസമല്ലേ? അതാണ് റമളാൻ. അതോടുകൂടി നമ്മുടെ ചൂടങ്ങ് മാറുകയാണ്. അതോടുകൂടി നമ്മുടെ പാപങ്ങൾ അങ്ങ് വർജിക്കപ്പെടുകയാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? ഒരു ഹദീസും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഇദസ്തജൽ ഹർറു ഫഅബിരിദൂ ബിസ്സലാഹ്. ചിലപ്പോ ഇത്രയും പറഞ്ഞതിൽ ആകെ അമൽ ചെയ്യുന്ന ഈ ഹദീസ് മാത്രമായിരിക്കാം. ഇതുവരെ പറഞ്ഞ ഹദീസുകളൊന്നും ചിലപ്പോ നമ്മൾ എടുക്കണമെന്നില്ല. ഇനി പറയുന്ന ഹദീസ് ചിലപ്പോ നമ്മൾ അമൽ ചെയ്തേക്കാം. മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഒരിക്കലും നിങ്ങൾ അതിനെ ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. അതിനെ ദുരുപയോഗം ചെയ്യാൻ പറയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദസ്തജൽ ഹർറു, ചൂട് കഠിനമായാൽ ഫഅബിരിദൂ ബിസ്സലാഹ്, ളുഹർ നിസ്കാരം നിങ്ങൾ തണുപ്പിക്കണം. ളുഹർ നിസ്കാരം നിങ്ങൾ തണുപ്പിക്കണം. അതെങ്ങനെയാ ളുഹർ നിസ്കാരം തണുപ്പിക്കണം എന്ന് പറഞ്ഞാൽ? എന്താ അർത്ഥം? മരത്തിന്റെ തണല്, മതിലിന്റെ തണല്, ചുമരുകളുടെ തണല്, അതൊക്കെ വരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. തണല് വരുമ്പോ നിങ്ങൾ പോയി നിസ്കരിച്ചാൽ മതി. ഇനി തണൽ എന്റെ ഏരിയയിൽ വന്നില്ല എന്നും പറഞ്ഞിട്ട് മഗ്‌രിബ് വരെ ഇരിക്കുന്നൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലൊന്നും ഈ പറയുന്ന കാര്യം ബാധകമല്ല. ചൂടെന്ന് പറഞ്ഞാൽ അന്ന് മദീനയിലും മക്കയിലൊക്കെ ഉള്ള ചൂടെന്താണ്? ബത്തഹ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഈ റമളാൻ എന്ന വാക്കുണ്ടായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ബത്തഹ മുതൽ മക്കയുടെ ബത്തഹ. എപ്പോഴാ ഈ വേടുണ്ടായത്? എപ്പോഴാ? ഖുർആൻ ഇറങ്ങുന്നതിന് 200 വർഷം മുമ്പ്, 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, മഹാനായ നബി തങ്ങളുടെ 5ാമത്തെ തലമുറയ്ക്ക് മുമ്പ്, അഥവാ കിലാബ് എന്നോണം തോന്നുന്നു. ആ കാലഘട്ടത്തില് നബിതങ്ങളുടെ ഉപ്പാന്റെ 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 കാലഘട്ടത്തില് മക്കയിൽ നിന്ന് ബത്തഹ, ആ താഴ്വര, ആ പ്രദേശത്തുള്ള കല്ലുകളാണ് ചൂട് പിടിച്ചിങ്ങനെ കിടന്നത്. ആ വാക്കിൽ നിന്നാണ്, അതിൽ നിന്നാണ് റമളാൻ എന്ന് പറയുന്ന പദപ്രയോഗം വന്നത് എന്ന് ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ചൂടൊന്നും അത്രയും കഠിനമായ ചൂടൊന്നുമല്ല. എന്ത് ചൂടാ? നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ചൂടുമല്ല. ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും യാസിയുണ്ട്. പള്ളിയിൽ, ഈ പള്ളിയിൽ യാസി ഉണ്ടാ? ഇല്ല. ചില പള്ളികളിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാ പള്ളികളിലും എസി ആയിരിക്കുകയാണ്. എസി ആയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എഴുത്തിക്കാപ്പിന് ആള് കൂടുന്നതാണ്. ഈത്തിക്കാപ്പിന് ആള് കൂടും. കാരണം എന്താ? വീട്ടിൽ ഭയങ്കര ചൂടാണ്, കറണ്ടിന് ബില്ല് കൂടും. അതുകൊണ്ട് നേരെ ഇൻഷാ അല്ലാഹ് ഞാൻ പോവാ പള്ളിയിൽ ഈത്തിക്കാഫ്, നവൈത്തുൽ ഈത്തിക്കാഫ ഫീ ഹാദൽ മസ്ജിദി മാ ദുംതു ഫീഹി ലില്ലാഹി തആല, കയറി അങ്ങ് ഇരിക്കുക. പക്ഷേ ഒരു കാര്യം, റിമോട്ട് മോദിന്റെ കയ്യിലാണ്.
അയാൾ വന്നാലേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് പെർമിഷൻ കൊടുക്കേണ്ട കമ്മിറ്റിക്കാരാ. എപ്പോഴാ? നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തല്ലാതെ ഓണാക്കരുത്. അപ്പൊ ഒന്ന് കറങ്ങി ഇരുന്നിട്ടൊക്കെ എണീറ്റങ്ങ് പോവല പലരും ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈറ്റിക്കാഫിന് വരുന്ന എല്ലാവരും കൂടെ AC ഓണാക്കി കൊടുക്കാൻ കറണ്ടിന് ബില്ലടയ്ക്കണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ചൂടൊന്നും കഠിനമായ ചൂടൊന്നും അല്ല. പക്ഷെ ളുഹർ നിസ്കാരം നിങ്ങൾ തണുപ്പിക്കണമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. ഏർപ്പെട്ട സഹോദരങ്ങളെ, ശേഷം റസൂലുള്ള പറഞ്ഞൊരു വാക്ക് പറയാനാ. എന്താ പറഞ്ഞത്? അറിയുമോ സഹോദരിമാരെ, ചൂട് എവിടെ നിന്നാ വരുന്നതെന്നറിയോ? ചൂട് എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അവിടെ പറഞ്ഞല്ലോ, പടച്ചതമ്പുരാനും നരകത്തിനൊരു ചെറിയ ആനുകൂല്യം കൊടുത്തു. ശ്രദ്ധയോടെ കേൾക്കണേ, ആദരവായ പ്രവാചകനാ പറഞ്ഞത്. ഇന്നേ വരെ അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിലും അടർന്നു വീഴാത്ത ആമിനയുടെ തങ്കമോനെ, അബ്ദുള്ളയുടെ പൊന്നുമോനെ, വസീലത്തുനാ ഫിദ്ദാറൈ ശഫീഉൽ മുദ്നിബീൻ അഹ്മദ് മുജ്തബ റൂഹി ഫിദാ നബി മുഹമ്മദ് മുർത്തല. അവിടെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്ന ശിദ്ദത്തൽ ഹരി, ശക്തമായ ചൂട് എന്താണെന്ന് നിങ്ങൾക്കറിയോ? മിനു ഫൈഹി ജഹന്നമ, നരകത്തിന്റെ ഒരു ശ്വാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നരകത്തിന് അല്ലാഹു തആല ഒരു ആനുകൂല്യം കൊടുത്തു. എന്താണെന്നറിയോ? ശ്വാസം വിടാനുള്ള ഒരു അവസരം കൊടുത്തു. വീർപ്പ് മുട്ടുകയാണല്ലോ നരകം. ആ ചൂട് താങ്ങാൻ കഴിയാതെ നരകത്തിന്റെ പ്ലേസ് തന്നെ വല്ലാതെ പൊറുതിമുട്ടുകയാ. അവസാനം അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞു, ഇസ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ. അല്ലാഹുവിനോട് വന്നിട്ട് ആവലാതി പറയുന്നു, നരകം 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 വന്നിട്ട് ആവലാതി പറയുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരികൾക്ക് അറിയുമോ, നരകത്തിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതോ ഒരു വിവരം കെട്ടവളോ പറഞ്ഞത്, അതോ വിവരം കെട്ടവനോ ഞാൻ ഓർക്കുന്നില്ല. നരകത്തിൽ എല്ലാവരും കാണുമല്ലോ, അവിടെ ഞങ്ങൾ അങ്ങ് സ്വർഗമാക്കുമെന്നാ ചിലര് പറയുന്നത്. സിനിമക്കാരും അതുപോലെ പാട്ടുകാരും ഗായകന്മാരും എല്ലാം നരകത്തിലാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എല്ലാവരുമുള്ള നരകം ഞങ്ങൾ അങ്ങ് സ്വർഗമാക്കി കാണാമടോ? നമുക്കവിടെ കാണാം, നമുക്കവിടെ കാണാം. നരകത്തിന്റെ പ്രോപ്പർട്ടി, നരകത്തിന്റെ പ്ലേസ്, നരകത്തിന്റെ ആ സ്ഥലം പോലും അല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് നരകം ആവലാറി പറയുന്നു, അക്കലത്ത് പടച്ചോനെ, എന്നെ തിന്നോണ്ടിരിക്കാണ്, ഞാൻ എന്ത് ചെയ്യ? തീ തിന്നോണ്ടിരിക്ക. ആ സമയത്ത് അല്ല രണ്ട് ശ്വാസം വിടാനുള്ള അവസരം കൊടുത്തു നരകത്തിന്. രണ്ട് ശ്വാസം വിടാൻ. ഒന്ന് ശൈത്യകാലത്തും ഒന്ന് ഉഷ്ണകാലത്തും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന ചൂട് മിൻ ഫൈഹി ജഹന്നമ, അത് നരകത്തിന്റെ ചൂടാ. അതുകൊണ്ട് ചൂട് വരുമ്പോ എന്താ പറയേണ്ടതെന്നറിയോ? ഒടുക്കത്തെ ചൂട്, നശിച്ച ചൂട്, എന്തോ ഒരു ചൂടാ. അല്ല പറയല്ലേ പൂടനാട്ടത്തെ പെങ്ങളെ, സ്ത്രീകളാണ് കൂടുതൽ അത് പറഞ്ഞു പോകുന്നത്. ഒടുക്കത്തെ ചൂട് തന്നെ, നശിച്ച ചൂട് തന്നെ. അങ്ങനെ പറയരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പറയേണ്ടത് എന്തെന്നറിയോ? എന്താ പറയേണ്ടത്? ഞാൻ പറയാം, അത് സക്കാഫിയിൽ നേടിയെടുത്ത് പഠിച്ചോളാം ഇൻഷാ അല്ലാഹ്. എന്താണെന്നറിയാമോ? മാ അശദ്ദ ഹർറ ഹാദൽ യൗം അല്ലാഹുമ്മ നജ്ജിനി മിൻ ഹർരി നാരി ജഹന്നം. അതാ പറയേണ്ടത്. ചൂട് കൂടുമ്പോ എന്ത് പറയണം? മാ അശദ്ദ ഹർറ ഹാദൽ യൗം, എന്തൊരു ചൂടാ റബ്ബേ ഈ ദിവസം. അല്ലാഹുമ്മ നജ്ജിനി മിൻ ഹർരി നാരി ജഹന്നം, നരകത്തിന്റെ ചൂടിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇപ്പോഴത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല, അത് വെറും ഒരു ശ്വാസം മാത്രം. നരകത്തിന്റെ ഒരു ശ്വാസം മാത്രമാണ് ഇപ്പൊ അനുഭവിക്കുന്ന ചൂട്. പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്റെ വിഷയം അതല്ല. ചൂടാണ് പാപം, നരകം ചൂടാണ്. അപ്പൊ ആ പാപം എന്ന് പറയുന്ന ചൂടിനെ തണുപ്പിക്കാൻ അല്ലാഹു പെയ്യിപ്പിക്കുന്ന മഴയാണ് ഏത്? വിശുദ്ധമായ റമളാൻ. വിശുദ്ധമായ റമളാൻ. ആ റമളാൻ നമ്മുടെ സകല പാപങ്ങളെയും കരിച്ച് കളയുകയാണ്.
ആ പാപങ്ങൾ നമ്മുടെ സകലമാന പാപങ്ങളെയും എല്ലാ ചൂടിനെയും കരിച്ചു കളയുകയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേക്ക്. ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചപ്പോ അവന്റെ പാപങ്ങളെല്ലാം കരിഞ്ഞുപോയി. അവന്റെ പാപങ്ങളെല്ലാം കരിഞ്ഞുപോയി. ഈ വേനൽ മഴ പെയ്തിട്ടെല്ലാം കെടുത്തിക്കളഞ്ഞു. അവസാനം അവന് നോമ്പുകാരനായി, അവൻ നല്ലവനായി. ആ മനുഷ്യൻ ഇങ്ങനെ നോമ്പ് പിടിച്ച് 30 ദിവസത്തെ നോമ്പും തറാവീഹും, 30 ദിവസത്തെ നോമ്പും 20 തറാവീഹും അതൊക്കെ പിടിച്ച് അതൊക്കെ റാഹത്തായി സന്തോഷത്തോടെ 30 ദിവസം 3 പത്തുകളിൽ നോമ്പ് പിടിച്ചിട്ട് ഓരോ രാത്രിയിലും തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം അവന് വരുന്നത് എങ്ങനെയെന്നറിയോ? എങ്ങനെയാ വരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഫറള സിയാമ റമളാന അലൈക്കും. റമളാനിലെ നോമ്പ് നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുകയാ. വസനന്തു ലക്കും ഖിയാമാ. ആ റമളാൻ പകലിൽ നിങ്ങൾ പിടിക്കുന്ന നോമ്പ് വൈകുന്നേരങ്ങളിൽ രാത്രിയിലെ നിസ്കാരത്തെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുകയാ. അത് ഫറളല്ല, മഗ്രിബല്ല. ആ നിസ്കാര തറാവീഹ, ആ തറാവീഹ നമസ്കാരത്തെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വമൻ സാമാഹു വഖാമഹു. ആരോ നല്ലതുപോലെ നോമ്പ് പിടിക്കുന്നത്, ആരാണോ നല്ലതുപോലെ തറാവീഹ് നമസ്കരിക്കുന്നത്, എങ്ങനെയാണ് ഈമാനനെ വഹ്തിസാബാ, വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ നല്ല നിലയിൽ നോമ്പ് പിടിച്ച് നിസ്കരിക്കുന്നത്. കേൾക്കണേ പൂടനാട്ടക്കാരെ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കരുത്. ശ്രദ്ധയോടെ കേട്ടോ. ആരാണോ റമളാൻ മാസത്തിന്റെ പകല് നോമ്പ് പിടിക്കുന്നത്, ആരാണോ രാത്രി തറാവീഹ് നമസ്കരിക്കുന്നത്, എങ്ങനെയാണ് തറാവീഹും നിസ്കരിക്കേണ്ടതും നോമ്പ് പിടിക്കേണ്ടതും എന്നറിയോ? ഈമാന, വിശ്വാസമുണ്ടാകണം. എന്റെ വയറ് കുറയാനല്ല നോമ്പ്, എന്റെ കൊളസ്ട്രോൾ കുറയാനല്ല നോമ്പ്, എന്റെ ഷുഗർ ക്രമാതീതമായി നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നോമ്പ് പിടിക്കുന്നത്. പിന്നെയോ എന്റെ വ്രതാനുഷ്ഠാനം എന്തിനാണ്? ഈമാന, വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ എന്റെ പടച്ചവനോടുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ രൂഢമൂലമാക്കപ്പെട്ട ആ ഒരു ഉറപ്പിന്റെ ബലിഷ്ഠമായ ആ ഈമാനികമായ ആവേശത്തിൽ നിന്നാണ് ഞാൻ നോമ്പ് പിടിക്കുന്നത്. എന്നിട്ടോ വഹ്തിസാബാ, അവന് പ്രതിഫലം ആഗ്രഹിക്കണം. ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുന്നതല്ല, ആർക്കെങ്കിലും വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുന്നതല്ല. ഇഹ്തിസാബാ, അല്ലാഹുവിൽ നിന്നാ കൂലി പ്രതീക്ഷിക്കേണ്ടത്, അല്ലാഹുവിൽ നിന്നാ കൂലി പ്രതീക്ഷിക്കേണ്ടത്. ആ നിലയിൽ ആരാണോ നോമ്പ് പിടിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പെരുന്നാൾ ദിവസം എത്തുമ്പോ അവന്റെ കോലം എന്താണെന്നറിയോ? നമ്മൾ പറയും 85 കിലോ ഉള്ളവന് 45 ആകുമെന്നാണോ? 100 കിലോ ഉള്ളവന് 50 കിലോ ആകുമെന്നാണോ? അല്ല, അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് എന്താണ്? അവൻ എങ്ങനെയാണ് പെരുന്നാളിന്റെ അന്ന് വരുന്നത്? ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. അവന്റെ ഉമ്മ പ്രസവിച്ച പാപ സുരക്ഷിതത്വം അവനുണ്ടെന്ന്. ഉമ്മ പ്രസവിച്ചത് എങ്ങനെയാണോ അതുപോലെയാണ് അവന് പെരുന്നാൾ ദിവസത്തിൽ വരുന്നതെന്ന് മുഖ്ബിറേ സാദിഖ് മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ. എന്താ കാര്യം? 30 ദിവസത്തെ നോമ്പും പിടിച്ച് 30 ദിവസത്തെ തറാവീഹ് 20 റക്അത്ത്. ഇവിടെ എത്ര ദിവസം? 8 20. നിങ്ങൾ ധൈര്യമായിട്ട് പറയും, കുഴപ്പമില്ല. 20 അൽഹംദുലില്ലാ. ഞാൻ തുറന്നു പറയുന്ന ആളാ. ഞാൻ ഒരു കാര്യം പറയാം. 20 റക്അത്ത് നിസ്കരിക്കണം. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് റാഹത്തായി. നിങ്ങൾ നോക്കിയ ആ റമളാന്റെ ഒരു ചൈതന്യം. ഇശാക്ക് ബാങ്ക് കേട്ടു, വീട്ടിൽ നിന്ന് എല്ലാവരും നേരെ പള്ളിയിൽ വന്ന് 2 റക്അത്ത് ഇശാക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അവിടെ ഇരിക്കാൻ. അപ്പോഴേക്ക് ഇശാക്ക് ബാങ്ക് ഇഖാമത്ത് കൊടുക്കുന്നു. 4 റക്അത്ത് ഇശ. അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് പിന്നെ റവാത്തിബ്. എത്രയായി? 8 റക്അത്തായി. അത് കഴിഞ്ഞിട്ട് തറാവീഹ് 20, 28ആയി. അത് കഴിഞ്ഞിട്ട് 2, 3, 3 റക്അത്ത് വിത്ർ 30
31 റക്അത്ത്. ആ 31 റക്അത്ത് നിസ്കരിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ട് കിടന്നിട്ട് തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് രണ്ടിലങ്ങ് ഒതുക്കി കളയരുത്. അറ്റ്ലീസ്റ്റ് നാലെങ്കിലും നിസ്കരിച്ചിട്ട് അൽഹംദുലില്ലാഹ് ആ നമസ്കാരം കഴിഞ്ഞ് സുബഹിന്റെ മുമ്പുള്ള സുന്നത്തും സുബഹി നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് റാഹത്താകുമ്പോ ഇങ്ങനെ ദൈനംദിന നൈരന്തര്യം അവന്റെ ജീവിതത്തെ റമളാൻ അങ്ങോട്ട് അവനെ നന്നാക്കി അങ്ങോട്ട് പണിയെടുപ്പിക്കുകയാ. അങ്ങനെ ആക്കി. അത് കാരണം എന്താ? അവന്റെ പാപം മുഴുവനും റമളാൻ എന്ന് പറയുന്ന കത്തിക്കരിയുന്ന മാസത്തിന്റെ വേനൽ മഴ പോലെ അവന്റെ പാപങ്ങളെ മുഴുവനും അങ്ങോട്ട് കരിച്ചു കളഞ്ഞ് കൂടെ ഈ ഇബാദത്തും കൂടെ എല്ലാം കൂടെ അങ്ങോട്ട് ആയപ്പോ പെരുന്നാളിന്റെ ദിവസം വന്നു. പെരുന്നാൾ ദിവസം അവൻ എങ്ങനെയാ വരുന്നത്? കയ്യൗമി വലദത്തുഹു ഉമ്മുഹു. SAT-യിൽ ഉമ്മ പ്രസവിച്ചപ്പോ നീ എങ്ങനെയായിരുന്നു? അപ്പൊ അതിന്റെ അർത്ഥം പെരുന്നാളിന്റെ അന്ന് തുണിയില്ലാതെ ഓരോന്നാണോ? അങ്ങനെ ചിന്തിക്കണ്ട. ഉമ്മ പ്രസവിച്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു പാപങ്ങളുമില്ല, ഒരു പാപവുമില്ലാത്ത നിലയിൽ നീ പെരുന്നാളിന്റെ അന്ന് വരണം. ഞാൻ ചോദിക്കട്ടെ, ഈ പെരുന്നാളിന്റെ പേരെന്താ? പെരുന്നാളിന്റെ പേര്? വരാനിരിക്കുന്ന പെരുന്നാളിന്റെ പേര് പറയും. അല്ലാഹുവേ, ഇതെന്തൊരു മലയാളം വിട്ടേക്ക്. അറബി എന്താ ഇതിന്റെ പേര്? ഈദുൽ ഫിത്തർ. എന്താ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും ചെറിയ പെരുന്നാള്, അതാണ് എന്റെ അർത്ഥം. വലിയ പെരുന്നാൾ എന്നാണോ ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ? ബലി പെരുന്നാൾ എന്നല്ലേ? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഈദ് ഔദിൽ നിന്നും ഫിത്രത്തിൽ നിന്നുള്ള വാക്കാണ്. അറിയോ? അപ്പൊ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിത്രത്തിലേക്കുള്ള മടക്കം. പെരുന്നാളിന്റെ അന്ന് വരുന്നത് എങ്ങനെയാണ്? ഫിത്രത്തിലേക്കുള്ള മടക്കം. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രസവിച്ച സമയത്തുള്ള അവസ്ഥയ്ക്കാണ് പ്രകൃതി, ശുദ്ധ പ്രകൃതി. ആ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം എന്നാണ് ഈദുൽ ഫിത്തറിന്റെ അർത്ഥം. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്ര. അതാണ് ഈദുൽ ഫിത്തർ. എങ്ങനെയാണ് ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം വരുന്നത്? നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഫഅബവാഹു യുഗബ്ബിദാനിഹി. അവന്റെ വാപ്പയും ഉമ്മയുമാണ് യഹൂദിയാക്കുന്നത്, ഔ യുനസ്റാനിഹി നസ്റാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി മജൂസിയാക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും, ഞാൻ തുറന്നു പറയട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും പ്രസവിക്കപ്പെടുന്നത് ശുദ്ധ പ്രകൃതി. വാപ്പയാണ് ഏപ്പിക്കാരനാക്കുന്നത്, ഉമ്മയാണ് ഈക്കക്കാരനാക്കുന്നത്, വാപ്പയാണ് ജമാഅത്തെ ഇസ്ലാമിയാക്കുന്നത്, ഉമ്മയാണ് മുജാഹിദുകാരനാക്കുന്നത്, വാപ്പയും ഉമ്മയാണ് തബ്ലീഗുകാരനാക്കുന്നത്. കുഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല ജനിക്കുന്നത്. വാപ്പ കമ്മ്യൂണിസ്റ്റ്, മോനും കമ്മ്യൂണിസ്റ്റ്. എന്തേ ജനിക്കുന്ന കുഞ്ഞ് ലീഗുകാരനല്ല, അവന്റെ ഉമ്മ ലീഗുകാരന്റെ മോളാണ്. അപ്പൊ അവനും ലീഗുകാരനായി. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ്സുകാരനായിട്ട് ഒരു കുഞ്ഞും ജനിക്കുന്നില്ല. അങ്ങേയറ്റം പോയി ഉമ്മൻചാണ്ടിയുടെ മോൻ പോലും ജനിച്ചിട്ടില്ല. ചാണ്ടി ഉമ്മനെയും കോൺഗ്രസ്സുകാരനാക്കിയ ഉമ്മൻചാണ്ടി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ്. അപ്പൊ ചോദിക്കുക, അതെവിടെ ഉണ്ട് ഉമ്മൻചാണ്ടിയുടെ ചാണ്ടി ഉമ്മന്റെ പേര് ഹദീസിലുണ്ടോ? അതാ നമ്മുടെ അത്യാവശ്യം. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുന്ന ആവശ്യത്തില് നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ വാപ്പയും ഉമ്മയുമാണ് അവരെ ഏത് കോലത്തിലും മാറ്റുന്നത്, ഏത് കോലത്തിലും ആക്കിയെടുക്കുന്ന വാപ്പായും ഉമ്മയുമാണ്. അതാണ് ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി. ആ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കമാണ് പെരുന്നാൾ. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്രത്തി, ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം. 30 ദിവസത്തെ നോമ്പും പിടിച്ച് പാപങ്ങളെല്ലാം കരിച്ചു കളഞ്ഞ വേനൽ മഴ പെയ്ത് എല്ലാം ശാന്തമായി ഇബാദത്തുകൾ ചെയ്ത് റാഹത്തായി പെരുന്നാളിന്റെ അന്ന് വരുമ്പോ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ വരുമെന്ന് പറയുമ്പോൾ പേരാണ് ഈദുൽ ഫിത്തർ, ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം. അള്ളാഹു അങ്ങനെ വരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു നല്ല മടക്കം നമുക്ക് ഈ വിശുദ്ധ റമദാൻ മുതൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഞാൻ തൽക്കാലം പാപങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കാൻ, പാപങ്ങളെ ഞാൻ അങ്ങോട്ട് മാറ്റിവെക്കാൻ. ഇനി നിങ്ങൾ നോക്ക്, എന്താ റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം? റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം വല്ലാത്ത ചൂടെന്നാണ്.
എന്താ അതേ വാക്കിന് മറ്റൊരർത്ഥമുള്ളത്? ആ വേനൽക്കാലത്ത് പെയ്യുന്ന മഴയെന്നല്ലേ? അജ്ഞതയെന്ന, അധർമ്മമെന്ന, അനീതിയെന്ന എല്ലാ നിലയിലും യാതൊരു മനുഷ്യപ്പറ്റുമില്ലാതിരുന്ന ആ ചൂട് പിടിച്ച കാലത്ത് അതാ ഒരു വേനൽ മഴ പോലെ പെയ്തിറങ്ങുന്നു. എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അക്രമത്തിന്റെ, അനീതിയുടെ, അധർമ്മത്തിന്റെ, അജ്ഞതയുടെ വക്താക്കളുടെ മുമ്പിൽ പുരാതന കാലത്തെ പ്രാകൃതന്റെ, പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുകുലത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോദിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഹിറാ ഗഹ്വരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ച് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങുന്ന ഏത് മണ്ണിലാ? പാപത്തിന്റെ ചൂട് പിടിച്ച മണ്ണില്, അജ്ഞതയുടെ ചൂട് പിടിച്ച മണ്ണില്, അന്ധകാരത്തിന്റെ താപം വിസർജിക്കുന്ന മണൽ പരപ്പില്, ആ മരുഭൂമിയിൽ അതാ വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. എവിടെയാണ്? കഅബാലയത്തിൽ നിന്ന് 4.25 കിലോമീറ്റർ അപ്പുറത്ത് 1.25 മണിക്കൂർ നിലത്ത് നിന്ന് ചവിട്ടി കയറിയാളിന് മുകളെത്തുന്ന അത്ഭുതങ്ങളുടെ കലവറയെ പ്രകാശിക്കുന്ന പർവ്വതമേ ജബലുന്നൂർ. ആ ജബലുന്നൂറിന്റെ മുകളിൽ ചെന്നിട്ട് വീണ്ടും അപ്പുറത്തേക്കൊരു ഇറങ്ങണം. ആ ഇറങ്ങുമ്പോ കുറച്ച് പാറക്കെട്ട്, ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ പ്ലേസ്. അവിടെ ഇരുന്നാൽ നേരെ കാണാ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബത്തു ശരീഫ. അവിടെ ധ്യാന നിമഗ്നനായിരിക്കുമ്പോഴല്ലേ 7 ചക്രവാളം വരെ നീണ്ടു വിടർന്ന് തൂങ്ങി താഴ്ന്ന് കിടക്കുന്ന പേടിച്ച് ഭയവിഹ്വലനായി, സംബീതനായി, പരിഭ്രമചിത്തനായി, വിഷാദ വിഷണ്ണനായി, വ്യാകുല വിഹ്വലനായി ഓടി വന്നതാരുടെ അടുക്കലാ? മന്ത്രവാദിയുടെ അടുക്കലല്ല, കഅബാലയത്തിന്റെ കില്ല പിടിക്കാനല്ല. വന്നിട്ട് തന്റെ പ്രാണപ്രേയസിയോട് പറഞ്ഞു, സങ്കടങ്ങൾ വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവളോടല്ലേ പറയുന്നത്? സമ്മിലോനി തന്റെ മാറോട് ചേർത്ത് നിർത്തിയിട്ട്, തളരല്ല നബിയേ, സങ്കടപ്പെടല്ല റസൂലേ, അങ്ങേ അല്ലാഹു കൈയടിയില്ല. പാവങ്ങളെ സഹായിക്കുന്നവരാ, അശരണർ കത്താണിയാ, സങ്കടപ്പെടുന്നവന്റെ സാന്ത്വനമാ. അതുകൊണ്ട് തളരല്ലേ മുസ്തഫ അങ്ങെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചല്ലോ ഖദീജത്തുൽ കുബ്ര. ചോദിക്കട്ടെ പെങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് തണുപ്പായിട്ടാണ്. ആ തണുത്ത മഴ പോലെ, വേനൽ മഴ പോലെ ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ്? കത്തിക്കരിഞ്ഞ് കിടക്കുന്ന മണലാരുണ്യത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അറിയുമോ നിങ്ങൾക്ക് ഖുർആനിൽ റമളാൻ എന്ന് പറയുന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? 100 200? റമളാൻ എന്ന് പറയുന്ന ആ കലിമത്ത് എത്ര തവണയാ? 100 200? എത്ര? റമളാൻ എന്ന് പറയുന്ന പദം 10 ഇല്ല, 5 ഇല്ല, 3 തീരെയില്ല, 2 ഒട്ടുമില്ല, ഒരൊറ്റ വട്ടം. ഖുർആനിൽ റമളാൻ എന്ന് പറയുന്ന പദം ഒരേ ഒരു വട്ടം. അതെപ്പോഴാ പറഞ്ഞത്? ആ റമളാൻ എന്ന് പറയുന്ന ആ മക്കയിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തീഷ്ണമായ ചൂട് പിടിച്ച അന്തരീക്ഷത്തിന്റെ, അന്ധകാരത്തിന്റെ, ഏറ്റവും വലിയ അനാചാരത്തിന്റെ, പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന 3W വേണ്ടി വിമൻ, അതുപോലെ തന്നെ പിന്നെ വാർ, അതുപോലെ തന്നെ വൈൻ, മദ്യത്തിനും പെണ്ണിനും പൊന്നിനും കള്ളിനും വേണ്ടി ജീവിച്ചിരുന്ന ആ 3W വേണ്ടി ജീവിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അന്ധകാര നിബിഡമായ ആ കുറ്റുരുട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ജിബ്രീൽ മാലാഖ ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആൻ എന്ന ആ വേനൽ മഴ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഖുർആനിലെ റമളാൻ എന്ന വാക്ക് അല്ലാഹു പറഞ്ഞത്. അറിയോ?
അറിയോ? ഷഹ്റു റമളാൻ, ഈ റമളാൻ മാസം ഏതെന്ന് നിങ്ങൾക്കറിയോ? ഉൻസില ഫീഹിൽ ഖുർആൻ, ആ റമളാനിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായത്, ഖുർആൻ ഇറക്കപ്പെട്ടത് റമളാനിലാണ്. അപ്പൊ റമളാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഒരു വേനൽ മഴ ഇറക്കി കൊടുക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു തആല ഈ റമളാൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആനെ പറ്റി പറഞ്ഞൊരു വാക്ക് എന്തെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പനി വരുമ്പോ ആ പനി വരുന്ന ഒരാളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? ഒന്ന് ശ്രദ്ധിക്കണേ. ഖുർആനെ പറ്റിയാ പറയുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പാപം. റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം മാത്രമാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ അനുമാനിക്കാൻ. മനസ്സിലാവുന്നില്ലേ? അത് കേട്ടാൽ മതി. അൽഹംദുലില്ലാ. വലിയ സദസ്സിനെക്കാളും പ്രസംഗിക്കാൻ നല്ലൊരു ചെറിയ സദസ്സാണ്. ഇവിടെ ചെറിയ സദസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അല്ലേ അസക്കാഫി ഉസ്താദേ? അല്ലേ? നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ല? ഉണ്ട്. ഉള്ള ആളുകളൊക്കെ ഉണ്ട്. ഇട്ട കസേരയും ഫുള്ളായി പുറത്തൊക്കെ ആളുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനെ ഇറക്കുന്നത്, അല്ലാഹു എന്താ പറഞ്ഞത്? ഒരു വേനൽ മഴ പോലെ, എപ്പോ ചുട്ടുപൊള്ളി കരിച്ച് കളയുന്ന അന്ധകാരത്തിന്റെ മധ്യേ ഒരു വേനൽ മഴ പോലെ ഖുർആൻ ഇറങ്ങി. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഉമർ ആരായിരുന്നു റളിയല്ലാഹു അൻഹു? അറിയോ ഉമർ ആരായിരുന്നു എന്ന്? ഞാൻ പറയാം. തൽക്കാലം ഞാൻ ആ ഭാഗത്തേക്ക് പോയാൽ ഈ വിഷയത്തിന്റെ പൂർത്തീകരണമാവൂല. നമുക്ക് ശരീരത്തിന് പനി പിടിക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? പറയും. എന്താ നോക്കുന്നത്? സ്റ്റെതസ്കോപ്പ് വെച്ച് അവര് നോക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പനി പിടിച്ചു പോകുമ്പോ പനി ഉണ്ടോ ഇല്ലയോ എന്ന് അളക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു വികാരം എന്താ അതിന്റെ പറയുന്ന പേര്? ടെമ്പറേച്ചർ നോക്കാന്നല്ലേ പറയുന്നത്. അപ്പൊ പനിക്ക് എന്താ ഉള്ളത്? ശരീരത്തിന്റെ ഘടന എന്താവും? ശരീരത്തിന്റെ അവസ്ഥ എന്താവും? പറയ്. ചൂടോ തണുപ്പോ? ചൂട്. പനി വരുമ്പോ ഇങ്ങനെ പിടിച്ചു നോക്ക്, ചൂടുണ്ടോന്നില്ലേ? അങ്ങനെയല്ലേ പനി അറിയുന്നത്? ഈ ശരീരത്തുണ്ടാകുന്ന സകല രോഗങ്ങളും ചൂടാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഹോസ്പിറ്റലുകളുടെ ഒരു വിഷയം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. സാധാരണ തണുത്ത വെള്ളം കുടിക്കരുത്, മഞ്ഞത്തിറങ്ങരുത്, തണുപ്പ് കൊള്ളരുത്. പനി വരുന്ന ഒരാള്, ഈ പനി കൂടുന്ന ആളിനെ ICUവിൽ കിടത്തുമ്പോ അതിനകത്ത് മൊത്തം AC അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ച്, പടച്ചോനെ, ഈ ഒരല്പ ആയുസോടുകൂടി കയറ്റുന്നവൻ മരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നറിയോ? ഈ AC-ക്കകത്ത് കിടന്നിട്ട് ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും അവൻ മരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടാവാനൊന്നും എനിക്കില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. ഈ കണക്കിന് ഈ ഭയങ്കരമായ തണുപ്പും അതൊന്ന്. രണ്ടാമത്, ഒരു അസുഖം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ആശ്വസിപ്പിക്കാൻ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തന്ന് ഒന്ന് കുഴപ്പമില്ല കേട്ടോ, അങ്ങനത്തെ അസുഖമൊക്കെ മാറുമെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് അടുത്ത് കിട്ടി റാഹത്തല്ലേ? പക്ഷെ ഇത് ആരെങ്കിലും കേട്ടോ? 4 മണിക്ക് ശേഷം 1/2 മിനിറ്റ്, അതും ദൂരെ നിന്ന് കണ്ടിട്ട് പൊക്കോളണം, ഒരു അക്ഷരം മിണ്ടാൻ പറ്റൂല. ഞാൻ കരുതുന്നത് ഇതൊക്കെ ആദി പിടിച്ച് മരിക്കുന്നതാണ്. ICU കിടക്കുന്ന എല്ലാം ആദി പിടിച്ച് മരിക്കുന്നതാണ്. ഒരു കെലിമ പറഞ്ഞു കൊടുക്കാൻ, അവസാനത്തിന് സംസം വെള്ളം കൊടുക്കാൻ ഒന്നും കിട്ടൂല. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ സംസം വെള്ളം എവിടെ നിന്ന് കുടിക്കാൻ? എല്ലാം കൂടെ മൂക്കിൽ വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ? ആരാ കൊടുക്കുക? ആരാ കെലിമ പറഞ്ഞു കൊടുക്കുക? പട്ടാമ്പിയിൽ ഒരു ലേഡി ഡോക്ടർ, അവര് ICUവിൽ കഴിയുമ്പോ ഒരു രോഗിക്ക്, ഞാൻ അന്ന് ആ ലേഡി ഡോക്ടറെ ബന്ധപ്പെട്ടിരുന്നു. ആ ലേഡി ഡോക്ടറോട് പറഞ്ഞു, പട്ടാമ്പി ഭാഗത്ത് വരുമ്പോ വരണം, കാണണം എന്നൊക്കെ പറഞ്ഞു. ആ ലേഡി ഡോക്ടർ എന്താ ചെയ്തെന്നറിയോ? ആ ലേഡി ഡോക്ടർ ഖുർആൻ ശിഫ എന്ന് പറഞ്ഞിട്ടുള്ളത് 4 സ്ഥലങ്ങളിലാണ്. വിശുദ്ധ ഖുർആൻ ശിഫ എന്ന പദം പറഞ്ഞത്, ശമനം എന്നർത്ഥം വരുന്ന പദം അല്ലാഹു പറഞ്ഞത് 4 സ്ഥലങ്ങളിലാ. ഈ 4 സ്ഥലങ്ങളിലും അല്ലാഹു പറയുമ്പോ സൂറത്ത് യൂനുസിൽ 1, 2 സൂറത്ത് ഇസ്രായില്, 3 സൂറത്ത് ഫുസ്സിലത്തില്, 4-ാമത്തെ സൂറത്ത് നഹ്ലില്, ഈ ആദ്യം പറഞ്ഞ 3 സ്ഥലത്തും അല്ലാഹു ശിഫ എന്ന് പറഞ്ഞത് ഖുർആനിനെ തന്നെ. മുഅ്മിനീൻ,
അള്ളാന്റെ ഖുർആനും ഈമാനുള്ളവർക്ക് ശിഫയാണ് എന്ന് പറഞ്ഞാൽ അസുഖം വരിക, രോഗം വരിക എന്ന് പറയുന്നത് ചൂടാണ്. അതിനെ ശമിപ്പിക്കേണ്ടത് ശിഫയിലൂടെയാണ്. അന്ധകാരവും അജ്ഞതയും വളർന്നിരുന്ന ലോകത്ത്, ചൂട് കൊടും തമസ്സിലായിരുന്ന കൊടും ചൂടിലായിരുന്ന സമൂഹത്തെ വിശുദ്ധ ഖുർആൻ എന്ന വേനൽ മഴയിറക്കിയിട്ട് അല്ലാഹു രക്ഷപ്പെടുത്തിയതാണ് വിശുദ്ധ റമളാൻ. ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണ്. ഖുർആൻ ഇറങ്ങുന്നത് റമളാനിലാണ്. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, ഖുർആൻ ഇറങ്ങിയപ്പോ പലരുടെയും ഹൃദയത്തിന് ശമനം വന്നു. ആരുടെ ഹൃദയത്തിന്? ആരുടെ ഹൃദയത്തിന്? ജബൽ ഉമർ എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്, നിങ്ങൾക്കറിയോ? പരിശുദ്ധമായ മക്കയില്, പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ, സഹോദര ബാബു ഫഹദ് മലിക്കിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ നേരെ കാണുന്ന ഒരു പ്രദേശമുണ്ട്. പോയിട്ടുള്ളവർക്കറിയാം, ദാറ തൗഹീദിന്റെ മറുഭാഗത്ത് ജബൽ ഉമർ. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ രക്തസാക്ഷിത്വം നടന്നതിന്റെ കുറച്ച് പുറത്ത് മിസ്ഫലയിലേക്ക് പോകുന്ന വഴിയുടെ മറുഭാഗത്ത് ഒരു ഭയാനകരമായ കെട്ടിടമുണ്ട്. ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന്റെ, ആ പർവ്വതത്തിന്റെ പേര് ജബൽ ഉമർ എന്നാണ്. ആ ജബൽ ഉമർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ പർവ്വതത്തിന്റെ മുകളിലാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കയറിയിരിക്കുന്നത്. എപ്പോഴാണ്? വെറുതെ കയറി ഇങ്ങനെ വാളം കൊണ്ടിരിക്കുകയാണ്. ഉമറിന്റെ സ്വഭാവം എന്തായിരുന്നു? ആദ്യം കാണുന്നവന്റെ ശരീരത്തിൽ വെട്ടിയിട്ട് അവനെ അംഗഭേദം വരുത്തിയിട്ട് വാളിന് മൂർച്ചയുണ്ടോ എന്ന് നോക്കുന്ന ക്രൂരനായിരുന്നു ഉമർ. ഖത്താബിന്റെ ഹംദമയുടെ മകനാ. ചെറിയ പ്രായത്തിൽ പർവ്വതമടക്കുകളിൽ, ഗിരിമാർഗങ്ങളില് ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്ന ഉമർ യുവാവായപ്പോ സിറിയയിലും യമനിലും പട്ടുവസ്ത്ര വ്യാപാരിയായി മാറി. അതിനുശേഷം മുക്കാല ചന്തയുടെ മുതലാളിയായി. ആ ഉമർ ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഖത്താബിന്റെ ഹംദമയുടെ മകൻ ഉമർ ആ ജബൽ ഉമർ എന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കും. അതുകൊണ്ടാണ് ആ പർവ്വതത്തിന് അങ്ങനെ പേര് വന്നത്. അവിടെ കയറി ഇരുന്നിട്ട് ആ മലഞ്ചെരിവിലൂടെ യാത്രക്കാർ, കാഫില കൂട്ടങ്ങൾ പോകുമ്പോ ചാടി ഇറങ്ങിയിട്ട് അവരുടെ കയ്യിലിരിക്കുന്നത് പിടിച്ചു പറിക്കുമായിരുന്നു. അവിടെ കയ്യിരിക്കുന്ന പിടിച്ചു പറിച്ചിട്ട് അവസാന ജീവൻ പോലും അവർക്ക് കൊടുക്കില്ല, കൊന്നുകളയും. ഒരു ദിവസം ആരോ ഏതോ ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് ആ മനുഷ്യന്റെ കയ്യിരിക്കുന്നത് പിടിച്ചു പറിക്കാൻ ശ്രമം നടത്തുമ്പോ ഒന്നുമില്ലെന്ന് കണ്ടെന്ന ദേഷ്യം വന്ന ഉമർ അവനെ കൊന്നു. എന്നിട്ട് അവന്റെ കുപ്പായം വലിച്ചു കീറിയിട്ട് വാളിന്റെ രക്തം തുടച്ചു. ആ ഉമർ, അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ വാളെടുത്ത് വന്ന ഉമർ അവസാനം വിശുദ്ധ ഖുർആൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മാ. മനസ്സിന്റെ ഉള്ളറകളിലെ മനുഷ്യത്വം മരവിച്ചുപോയ, മസ്തിഷ്കത്തിൽ അർബുദം ബാധിച്ചുപോയ, മനസാക്ഷി മരവിച്ചുപോയ ആ ഉമറിന്റെ ഹൃദയത്തിൽ അല്ലാഹു നൂറ് കടത്തിവിട്ടത് സൂറത്തു ത്വാഹയിലൂടെയാ. ഖുർആനിന്റെ ഏതാനും ചില ആയത്തുകൾ കേട്ടപ്പോ ഉമറിന്റെ മനസ്സ് മാറി. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ഖലീഫ. 15ഓളം ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മനസ്സിന്റെ മോഹം പോലെ പടച്ചവൻ ഇറക്കി കൊടുത്തു. ഖുർആൻ കരിച്ചു കളഞ്ഞ, ഖുർആൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സ്വന്തം സഹോദരി ഖുർആൻ പഠിക്കുന്നത്, രഹസ്യമായി പഠിക്കുന്നത് കണ്ടപ്പോ കൈകൊണ്ട് ഖുർആനിനെ തട്ടിയെറിഞ്ഞിട്ട് ആ ഖുർആൻ പഠിപ്പിച്ചവന്റെ കരണ കുട്ടിക്കടിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനെ മർദ്ദിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ എന്ന പെണ്ണിനെ മുൾമുനയിൽ നിർത്തിയ ഉമർ അവസാനം ഇസ്ലാമിന്റെ ഖലീഫയായി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തത സഹചാരിയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം പ്രിയപ്പെട്ടവരെ മനസ്സിൽ ഒരു മോഹം വരും, റബ്ബേ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയെങ്കിലോ. ഉടനെ അല്ലാഹ് ഇറക്കി കൊടുക്കും. മദ്യനിരോധനം അങ്ങനെ, പെണ്ണിന്റെ നിഖാബ് അങ്ങനെ.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ തവാഫ് ചെയ്തിട്ട് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കൂലേ, ആ നിസ്കാരം വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ആ ആയത്ത് ഇറങ്ങുന്നതിന് കാരണക്കാരൻ ഉമർ തങ്ങൾ. 10ന്റെയും 15ന്റെയും ഇടയിൽ ആയത്തുകൾ ഉമർ തങ്ങളുടെ മനസ്സിന്റെ മോഹം പോലെ ഇറക്കി കൊടുത്തു അല്ലാഹു തആല. നന്നാകെ ഖുർആൻ പറയുമ്പോഴൊക്കെയും പറയേണ്ടത് ഉമർ തങ്ങളെയാണ്. കാരണം കാരിരുമ്പ് പോലെ കറുത്ത് കറുത്ത് കരിവാളിച്ച് പാറക്കൂട്ടം പോലെ ഉറച്ചുപോയ മനസ്സിനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന ശിഫായിലൂടെ, ആ ശിഫാ എന്ന് പറഞ്ഞ ഖുർആനിന്റെ അവതരണത്തിലൂടെ ആ കത്തിക്കരിഞ്ഞു കിടന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസാക്ഷിയിൽ വേനൽ മഴ പോലെ ഖുർആൻ ഇറങ്ങിയപ്പോ ആ ഉമറിന്റെ പേര് കേൾക്കുമ്പോ ഇന്നും പൂഴനാട്ടിരുന്നു കൊണ്ട് നമ്മൾ പറയുന്നു റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അവതീർണമായത് ഒരു വേനൽ മഴയുടെ സ്ഥാനത്താ, അത് ഈ റമളാനിലാണ്. അതുകൊണ്ട് റമളാൻ എന്ന് പറയുന്നത് കൊടും ചൂടിൽ നിൽക്കുന്നവന് റമളാനിലൂടെ കിട്ടുന്ന ആ അനുഗ്രഹങ്ങളാകുന്ന വേനൽ മഴയിലൂടെ അവന്റെ പാപങ്ങളെ കരിച്ചു കളയുന്നു. വരുമ്പോ ആ റമളാൻ നമുക്ക് ഹയാത്താക്കണം, ആ റമളാൻ നമുക്ക് ഹയാത്താക്കണം. എന്താ ഈ റമളാനിൽ നമ്മൾ ചെയ്യേണ്ടത്? ഈ റമളാനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഇനിയും ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുവദിച്ച സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കും. 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തും. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഈ വിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ റമളാൻ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കേവലം ഒരു നോമ്പ്, അത്താഴം കുടിച്ച് അത്താഴ സമയം മുതൽ സഹറിന്റെ സമയം മുതൽ ഫിത്തറിന്റെ സമയം വരെ കുറച്ച് ഭക്ഷണമൊക്കെ അങ്ങോട്ട് ഒഴിവായി അതൊന്നും കഴിക്കാതിരിക്കുക. ഇതാണോ ഈ നോമ്പെന്ന് പറയുന്നത്? മറ്റ് ആരാധനകളിൽ നിന്ന് നോമ്പിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? നോമ്പിന് ഒന്നും ചെയ്യാനില്ല. നോമ്പിന് നിസ്കാരം എങ്ങനെയാണ്? കൈ കെട്ടണം, റുക്കൂ ചെയ്യണം, എഴുന്നേക്കണം, വീണ്ടും സുജൂദ് ചെയ്യണം, എഴുന്നേറ്റിരിക്കണം, വീണ്ടും സുജൂദ് ചെയ്യണം. ഇതാണ് നിസ്കാരം. കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. ഹജ്ജ് എങ്ങനെ? ഇവിടെ നിന്ന് പോണം, പരിശുദ്ധമായ തവാഫ് ചെയ്യണം, സഈ ചെയ്യണം, അറഫയിൽ പോകണം, മിനയിൽ രാപാർക്കണം, മുസ്ദലിഫയിൽ രാപാർക്കണം, മിനയിൽ വന്ന് കഴിയണം, കല്ലെറിയണം. കുറെ കാര്യങ്ങൾ ചെയ്യലാണ് പരിശുദ്ധമായ ഹജ്ജ്. നിസ്കാരവും അങ്ങനെ തന്നെ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം കൃത്യമായി അളക്കണം, ആ അളന്നിട്ട് 2.5% പാവപ്പെട്ടവനെ കണ്ടെത്തി അവന്റെ കയ്യിൽ കൊടുക്കണം. ഇതല്ലേ സക്കാത്ത്? എല്ലാം കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. പക്ഷെ നോമ്പോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നോമ്പ്. എന്ത്? കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടരുത്, ഫസാദ് പറയരുത്, പരദൂഷണം പറയരുത്. ഇതൊക്കെയാണ് നോമ്പ്. പിന്നെ നമ്മൾ അതോടൊപ്പം ചെയ്യുന്ന തസ്ബീഹുകൾ, നിസ്കാരങ്ങൾ, മറ്റ് ഇബാദത്തുകൾ, അത് നമുക്ക് കിട്ടുന്ന ബോണസാണ്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പെന്ന് പറയുന്നതിന് അള്ളാഹു പറഞ്ഞ വാക്കേതാണ്? സൗമെന്നതല്ലേ? ഈ വാക്ക് എവിടെന്നാ വന്നതെന്നറിയോ? മറിയം ബീബി റളിയല്ലാഹു അൻഹാ ഗർഭിണിയാകുന്ന സമയത്ത്, ഈസാ നബി അലൈഹിസ്സലാമിനെ തന്റെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ മറിയമേ, എങ്ങനെയാ നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായതെന്ന് ആര് ചോദിച്ചാൽ നിനക്കെന്ത് മറുപടിയാ പറയാനുള്ളത്? എന്ത് മറുപടിയാ നീ കൊടുക്കുക? ആരെന്ത് ചോദിച്ചാലും നീ ചെയ്യേണ്ടത് എന്തെന്നറിയോ? പറയണം, ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ. നീ പടച്ചവന് വേണ്ടി ഒരു നേർച്ച നേർന്നിട്ടുണ്ടെന്ന് പറ. എന്തു നേർച്ചയാണ്? ഫലനുകല്ലിമൽ യൗമ ഇൻസിയാ. ഇന്നേ ദിവസം ആരോട്
ഒരാളോടും മിണ്ടൂല, ഒരു മൗനവ്രതത്തിലാണെന്ന് നീ പറ. ഇന്നീ നദറത്തുൽ റഹ്മാനി സൗമാ, ഞാൻ എന്റെ പടച്ചവന് വേണ്ടി നോമ്പ് പിടിച്ചിരിക്കുകയാണ്. സൗമ് അവിടെ നോമ്പെന്ന് പറഞ്ഞാ ഭക്ഷണം കഴിക്കില്ലെന്നല്ല, അതിനർത്ഥം വെള്ളം കുടിക്കില്ലെന്നല്ല, അതിനർത്ഥം ഞാൻ ഭർത്താവുമാകട്ടെ സംസർഗത്തിൽ ഏർപ്പെടില്ലെന്നല്ല. പിന്നെ മറിയം ബീവി പറഞ്ഞ വാക്കേതാണ്? ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ, ആവശ്യമില്ലാതെ ആരോട് ഞാൻ ഇടപെടൂല, ഒരാളോടും എനിക്ക് എന്തും പറയാനില്ല, എനിക്കൊരു കാര്യവും പറയാനില്ല. ഇതാണ് എന്റെ വ്രതമെന്ന്. ആ വ്രതത്തിന്റെ പേരേതാണ്? സൗമ്. അതിന്റെ ബഹുവചനമാണ് സിയാം. അല്ല പറഞ്ഞതെന്താണ്? ഓ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് സൗമ്. ഏത് സൗമ്? മറിയം ബീവി പറഞ്ഞ ആ വാക്ക്, അതിന്റെ ബഹുവചനം സിയാം. അത് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ്. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിർബന്ധമെന്നല്ല അല്ല പറഞ്ഞത്, നിർബന്ധമെന്നല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് എഴുതപ്പെട്ടു.